എല്ലാവർക്കും രമാസ് ടെറസ് ഗാർഡനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മഴക്കാലത്തെ പച്ചക്കറി കൃഷി. നമുക്കെല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ്, മഴക്കാലത്ത് എന്തൊക്കെ നടണമെന്ന്. അപ്പോൾ എനിക്ക് കുറേ മെസ്സേജസ് വന്നു, ചേച്ചി എന്തൊക്കെയാണ് മഴക്കാലത്ത് നടാൻ പറ്റുന്നതെന്നൊന്ന് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. മഴക്കാലത്ത് മഴമറ ഉണ്ടെങ്കിൽ, ഒരു കാര്യം ആദ്യം പറയാം, മഴമറ ഉണ്ടെങ്കിൽ നമുക്കെല്ലാം മഴക്കാലത്തും ചെയ്യാം. എൻ്റെ ടെറസൊക്കെ ഓപ്പണാണ്, അപ്പോൾ എല്ലാവർക്കും മഴമറയൊന്നും കാണത്തില്ല. അപ്പോൾ ചീര, തക്കാളി മഴക്കാലത്ത് നന്നായിട്ട് ഉണ്ടാകത്തില്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഷെയ്ഡിൻ്റെ അവിടെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കൃഷി ചെയ്യാം. പക്ഷേ എന്നാലും ഇടയ്ക്കിടയ്ക്ക് വെയിലൊക്കെ കൊള്ളണം, വലിയ വിളവൊന്നും കിട്ടത്തില്ല. അപ്പം മഴക്കാലം നമ്മുടെ സംസ്ഥാനത്ത് നന്നായിട്ട് പച്ചക്കറി കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. അപ്പം ആദ്യം നമുക്ക് ചെയ്യേണ്ടത് അതിന് അനുയോജ്യമായിട്ടുള്ള വിളകൾ തിരഞ്ഞെടുക്കുന്നതാണ്. അപ്പം വെണ്ട, വഴുതന, മുളക്, കാന്താരി, അതുപോലെ തന്നെ വെള്ളരി വർഗ്ഗങ്ങളായ പാവൽ, പടവലം, പീച്ചങ്ങ, ചൊരയ്ക്ക, കുമ്പളം, മത്തൻ ഇതെല്ലാം നമുക്ക് നടാം. വഴുതന, വെണ്ട, മുളക്, കാന്താരി ഇതൊക്കെ നടുമ്പം നമ്മൾ നേരിട്ട് വിത്ത് പാകണ്ട, പാകി മുളപ്പിച്ച തൈകൾ വേണം പറിച്ചു മാറ്റി നടാനായിട്ട്. അല്ലാതെ വിത്തുകൾ നേരിട്ട് അങ്ങോട്ട് പാകി നമ്മൾ വേനൽക്കാലത്ത് ചെയ്യുന്ന പോലെ ചെയ്യണ്ട. അപ്പം ഷെയ്ഡിൻ്റെ അവിടെ വെച്ചിട്ട് നമുക്ക് പാകി മുളപ്പിച്ച തൈകൾ മാറ്റി നടാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ തൈകൾ പറിച്ച് മാറ്റി നടുമ്പം വേരുകൾ, ഈ പച്ചക്കറികളുടെയൊക്കെ വേരുകൾ ഒരു അരമണിക്കൂർ നേരം സൂഡോമോണസ് ലായനിയിൽ നിന്ന് മുക്കി വെച്ചിട്ട് നടുന്നതാണ് ഏറ്റവും നല്ലത്. മഴക്കാലത്ത് സത്യത്തിൽ ഈ പച്ചക്കറികൾക്കൊന്നും വലിയ കീടശല്യമൊന്നും ഉണ്ടാകത്തില്ല. ഉദാഹരണം വെണ്ട, മഴക്കാലത്ത് നന്നായിട്ടുണ്ടാകുന്ന ഒരു പച്ചക്കറിയാണ് വെണ്ട എന്ന് പറയുന്നത്. മഞ്ഞളിപ്പ് രോഗവും വൈറസ് രോഗവും ഒന്നും വെണ്ടയ്ക്ക് ഈ സമയത്ത് ഉണ്ടാകത്തില്ല. തഴച്ച് വളരുകയും ചെയ്യും, നമുക്ക് ഇഷ്ടം പോലെ കായ്കൾ കിട്ടുകയും ചെയ്യും, ഒരു കീടശല്യവും ഇല്ല. അപ്പോൾ വേനൽക്കാലത്ത് നമ്മൾ നടുമ്പം ഈ ഇലചുട്ടിപ്പുഴു അങ്ങനെയുള്ള ഒത്തിരി കീടശല്യങ്ങളുണ്ടാവും. പക്ഷേ ഈ മഴക്കാലത്ത് ഇങ്ങനെയൊന്നുമില്ല, തഴച്ച് വളരുകയും ചെയ്യും. നമ്മൾ വലിയ വളപ്രയോഗമൊന്നും നടത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇപ്പം നമ്മൾ ചാനലിൽ കൂടി 4 തരം വെണ്ട വിത്ത് കൊടുക്കുന്നുണ്ട്. മംഗലാപുരം വെണ്ട, അർക്കാനാമിയ വെണ്ട, കസ്തൂരി വെണ്ട, അതുപോലെ തന്നെ അരുണ വെണ്ട. ആനക്കുമ്പൻ വെണ്ടയൊക്കെ തീർന്നു, ഇനിയിപ്പോൾ ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് ഞാൻ തരാം. ഇനി അടുത്തത് മുളക്. പച്ചമുളക് കൂടാതെ കാന്താരി, ഉണ്ടമുളക് അതെല്ലാം നമുക്ക് ഈ സമയത്ത് നടാം. എല്ലാത്തിനും ഒരേ തരത്തിൽ കൃഷി ചെയ്യാം. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പാകി മുളപ്പിച്ച തൈകൾ മാത്രമേ മാറ്റി നടാവൂ. അടിവളം നന്നായിട്ട് ചേർത്ത് ഉള്ള ഗ്രോ ബാഗിൽ നട്ടാൽ മതി. അപ്പം മുളക് ഞാൻ 4 ടൈപ്പ് കൊടുക്കുന്നുണ്ട്. ജ്വാലാസഹി, അതുല്യ, വെള്ള കാന്താരി, അതുപോലെ തന്നെ പച്ച ഉണ്ടമുളക്, ഈ 4 എണ്ണവും കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് വഴുതന. അപ്പം വഴുതന മഴക്കാലത്ത് നന്നായിട്ടുണ്ടാകും, ഒരു കീടശല്യം ഉണ്ടാകത്തില്ല. പക്ഷെ നമ്മൾ വേനൽക്കാലത്ത് നമ്മൾ വഴുതന കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രയാസങ്ങളാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. ഉറുമ്പ് ശല്യം, പിന്നെ ഇലകളൊക്കെ കാർന്ന് തിന്നുന്ന വണ്ടുകൾ, ഇതെല്ലാം ഉണ്ടാവും. പക്ഷേ ഈ മഴക്കാലത്ത് അങ്ങനത്തെ ഒരു പ്രയാസങ്ങളും നമുക്ക് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് വഴുതനയും നമുക്കിതുപോലെ കൃഷി ചെയ്യാം. വഴുതനയും അതുപോലെ തന്നെ സൂഡോമോണസ് ലായനിൽ വേരുകൾ മുക്കി വെച്ചിട്ട് വേണം നടാനായിട്ട്. അപ്പോൾ വഴുതന നമ്മുടെ അടുക്കള തോട്ടത്തിന് നല്ല ഭംഗിയും കൂടെ കിട്ടുന്ന ഒരു പച്ചക്കറി വിളയാണ്. കാരണം പല ടൈപ്പ്, പല നിറത്തിലും ഷേപ്പിലും ഉള്ള കായ്കളാണ് വഴുതനയിലുള്ളത്. അപ്പോൾ ഞാൻ 10 തരം വഴുതന കൊടുക്കുന്നുണ്ട്. മത്തങ്ങ വഴുതന, കുല വഴുതന, മുട്ട വഴുതന, വയലറ്റ് നീളമുള്ളത്, വയലറ്റ് ഉണ്ട, വയലറ്റ് ഓവൽ, ഇങ്ങനെ പല ടൈപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് വാങ്ങിക്കാം. പിന്നെ മഴക്കാലത്ത് നന്നായിട്ടുണ്ടാകുന്ന ഒരു വിളയാണ് കൊത്തമര. കൊത്തമര നമ്മളുണ്ടല്ലോ, ഈ വേനൽക്കാലത്ത് നട്ട് കഴിഞ്ഞാൽ ചെടിക്ക് ഒരു വളർച്ച ഉണ്ടാകത്തില്ല. പക്ഷേ ഈ മഴക്കാലത്ത് നന്നായിട്ടുണ്ടാവും. പക്ഷേ ഒരു കാര്യം ചെയ്യേണ്ടത്, ഉണ്ടായി വരുന്ന സമയത്ത്, തൈകൾ ഉണ്ടായി വരുന്ന സമയത്ത് നല്ലതായിട്ടൊന്ന് താങ്ങ് കൊടുക്കണം. മഴക്കാലത്ത് നല്ല വളർച്ചയായിരിക്കും അതിന്. അപ്പോൾ തണ്ടിങ്ങനെ നീണ്ടു പോകും, പക്ഷേ അത് ഒടിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ നല്ലൊരു താങ്ങ് കൊടുക്കണം, നിറയെ കായ്കളും ഉണ്ടാവും. കൊത്തമര ഒരു പച്ചക്കറിയുമാണ്, ഒരു ഔഷധവും കൂടിയാണ്. പ്രമേഹ രോഗികൾക്ക് ഏറ്റവും നല്ലൊരു പച്ചക്കറിയാണ്.
ഇപ്പം മഴക്കാലത്ത് നടാവുന്ന മറ്റൊരു പച്ചക്കറി വിളയാണ് കുറ്റിയമര. കുറ്റിയമര വേനൽക്കാലത്ത് നമ്മൾ നടുമ്പം കീടശല്യം ഉണ്ടാവും, ഈ പയറിനെ ബാധിക്കുന്ന മുഞ്ഞയൊക്കെ ഉണ്ടാവും. പക്ഷേ മഴക്കാലത്ത് അങ്ങനത്തെ പ്രയാസങ്ങളൊന്നും നമുക്കുണ്ടാകത്തില്ല. അമരവർഗ്ഗത്തിൽപ്പെട്ട ചെടികളിൽ അയൺ, അതായത് ഇരുമ്പ് ധാരാളമുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്തായാലും നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ അമരവർഗ്ഗത്തിൽപ്പെട്ട ചെടികൾ നടണം. വള്ളിയമര ഇപ്പം നടണ്ട, വള്ളിയമര ഒരു ഓഗസ്റ്റ് ആദ്യം നട്ടാൽ. പിന്നെ വെള്ളരി വർഗ്ഗങ്ങളായ പാവൽ, പടവലം, പീച്ചങ്ങ, ചൊരയ്ക്ക, മത്തൻ, കുമ്പളം, വെള്ളരി ഇതൊക്കെ നടാമെന്ന് പറഞ്ഞല്ലോ. അപ്പം വെള്ളരി നടുമ്പം ഇപ്പം നിലത്താണ് നടുന്നതെന്ന് വെച്ചാൽ തടവെടുത്തിട്ട് അവിടെ വെള്ളം കെട്ടി നിൽക്കാതെ നോക്കണം. ഏത് പച്ചക്കറി, ഈ വെള്ളരി വർഗ്ഗങ്ങളിലുള്ള പച്ചക്കറികൾ നിലത്ത് നടുമ്പം വെള്ളം കെട്ടി നിൽക്കാതെ നോക്കണം. അപ്പോൾ നമ്മുടെ ടെറസ് കൃഷിയാവും മഴക്കാലത്ത് ഏറ്റവും നല്ലത്. വെള്ളരിയുടെ തണ്ടൊക്കെ വളരെ സോഫ്റ്റ് അല്ലേ, അപ്പം ഗ്രോ ബാഗിൽ വെള്ളരി വിത്ത് നട്ട് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ വേറൊരു പച്ചക്കറി എന്ന് വെച്ചാൽ നിത്യവഴുതന. മഴക്കാലത്ത് നിത്യവഴുതന നമുക്ക് നടാം, നന്നായിട്ടുണ്ടാവും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, മഴക്കാലത്ത് ഈ ഇലകൾ ഭയങ്കരമായിട്ട് ബ്രോഡായിട്ടുണ്ടാവും, ഭയങ്കര ഇലയ്ക്ക് നല്ല വലിപ്പമായിരിക്കും, ഒത്തിരി ഇലകളും ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യേണ്ടത്, ഒത്തിരി അങ്ങനെ ഇലകൾ ഉണ്ടാവുകയാണെങ്കിൽ കുറേ ഇലകളെല്ലാം കളയണം. കുറേ ഇലകൾ കട്ട് ചെയ്തിട്ട് ഈ ചെടിയുടെ ചുവട്ടിൽ തന്നെ ഇട്ട് മണ്ണിട്ടങ്ങ് മൂടണം. അതൊരു നല്ല വളമാവും. ഇലകൾ കുറഞ്ഞു കഴിഞ്ഞെങ്കിലേ നന്നായിട്ട് കാ പിടിക്കത്തുള്ളൂ. അതേ ഉള്ളൂ നമ്മൾ ശ്രദ്ധിക്കാനായിട്ട്. പിന്നെ മഴക്കാലത്ത് നന്നായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ പയർ. ഇപ്പം നമ്മൾ പയർ നട്ടെങ്കിൽ നമുക്ക് ഓണത്തിന് പറിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ മഴക്കാലത്ത് പയർ കൃഷി ഒരു ഇച്ചിരി പാടാണ്. എന്ന് വെച്ചാൽ നമുക്ക് കായ്കളൊക്കെ ഉണ്ടാകുമ്പോൾ നീരുറ്റി കുടിക്കുന്ന ഒരു കീടം വന്നിട്ട് കായ്കളുടെയൊക്കെ നീരുറ്റി കുടിക്കും. അതുപോലെ തന്നെ വൈറസ് രോഗം മഴക്കാലത്ത് ധാരാളം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ തടയിടാൻ വേണ്ടി നമ്മൾ ആഴ്ചയിൽ 1-2 പ്രാവശ്യം സൂഡോമോണാസ് ലായനി ചുവട്ടിലൊഴിച്ച് കൊടുക്കണം. 20 ഗ്രാം സൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചുവട്ടിലൊഴിച്ച് കൊടുക്കണം. അത് ഒന്നിച്ചൊഴിച്ച് കൊടുക്കണ്ട. ഈ മഴയൊക്കെ മാറി നിൽക്കുന്ന അവസരത്തിൽ കുറേശ്ശെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അത് വേസ്റ്റ് ആവും. അപ്പോൾ ഈ വൈറസ് രോഗം വരുമ്പം ഈ ഇലകൾ ഭയങ്കര വലിപ്പമാവും, പിന്നെ ഇലയ്ക്ക് നല്ല കട്ടിയായിരിക്കും. പിന്നെ വേറൊരു അസുഖം എന്ന് വെച്ചാൽ കരിമ്പ് രോഗം. കരിമ്പ് രോഗം എന്നാണ് അത് പറയുന്നത്. ബ്രൗൺ കളറിലെ ഇലകളാവും. അങ്ങനെ ഒരു രോഗമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ സൂഡോമോണാസ് ലായനി ചുവട്ടിലൊഴിച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മളുണ്ടല്ലോ ഈ പയർ, മത്തൻ, കുമ്പളം ഇതൊക്കെ നമ്മൾ മഴക്കാലത്ത് നട്ടാൽ ഇതിൻ്റെ ഇലയൊക്കെ നമുക്ക് കറി വെക്കാൻ സാധിക്കും. കൂടാതെ നമ്മുടെ നാച്ചുറലായിട്ട് കിട്ടുന്നത് കുറേ ഇലക്കറികളുണ്ട്. തകര, പൊന്നാരി വീരൻ, തഴുതാമ, പൊന്നാങ്കണ്ണി ചീര, സാമ്പാർ ചീര, ഇതൊക്കെ നമുക്ക് ഇപ്പം തന്നെ ഉണ്ടായി വരും. ഈ കുപ്പച്ചീരയൊക്കെ നമ്മുടെ പറമ്പിലും അതുപോലെ തന്നെ ടെറസിലും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മഴക്കാലത്തും ഇലക്കറികളൊക്കെ ധാരാളം ഉപയോഗിക്കാൻ പറ്റും. പയർ വിത്ത് ഞാൻ ലോല, മംഗള, വൈജയന്തി, ഗീതിക, മീറ്റർ പയർ, ഇങ്ങനെ 5 തരം വിത്തുകൾ കൊടുക്കുന്നുണ്ട്. എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. നെല്ലിപ്പുളി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഇതിലിപ്പോൾ കായ ഉണ്ടായേക്കുന്നതുണ്ടോ? ഇത് ടെറസിൽ നിൽക്കുന്നതാണ്. ഇത് ഞാൻ നട്ടിട്ട് ഒരു 2 വർഷമായി. ഇതുപോലത്തെ ഒരു ബിന്നിലാണ് ഞാൻ നട്ടിരിക്കുന്നത്. ഇതിൽ കൊച്ചു പൂക്കളും ഉണ്ട്, ഇതുണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള വിത്തുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇനിയും പറയുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യണം. 7990778743. അപ്പോൾ ഇപ്പോൾ നമ്മൾ നടാൻ തുടങ്ങിയെങ്കിൽ ഓണത്തിന് നമുക്ക് കുറച്ചെങ്കിലും പച്ചക്കറി പറിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കൃഷി ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയക്കുമല്ലോ. പിന്നെ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി.